കാനത്തിൽ ജമീല അവരുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാകാത്തൊരു വിടവ് തന്നെയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ അസുഖബാധിതയായിരുന്നു എങ്കിൽ പോലും പൊതുരംഗത്ത് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. എല്ലാവരും അനുസ്മരിക്കുന്നതും അവരുടെ വിയോഗവേളയിലും അവരെ അനുസ്മരിക്കുന്നത് ആ തരത്തിലൊക്കെ തന്നെയാണ്. ഏതായാലും പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കോഴിക്കോട് നിന്നും നമ്മൾ പി വി കുട്ടനിലേക്ക് പോവുകയാണ്. കുട്ടൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ കോഴിക്കോടുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരിക്കലും മറക്കാനാകാത്തതും ഏറ്റവും കൂടുതൽ നഷ്ടം, വ്യക്തിപരമായി പല നഷ്ടം കൂടിയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗം. ജമീലത്ത എന്നാണ് നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം അവരെ വിളിക്കാറുള്ളത്. അവരും അങ്ങനെ തന്നെയാണ് മാധ്യമപ്രവർത്തകരെയൊക്കെ കരുതി പോരുന്നതും. പറയൂ, അവരുടെ പൊതുദർശനം ഏത് രീതിയിലാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്? ഒപ്പം സംസ്കാരം, മകൻ അവർ പുറത്താണ്, ദുബായിലാണ്. അപ്പോൾ മകൻ തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ ശവസംസ്കാരം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയുള്ളൂ. ഡിസംബർ 2-ാം തീയതിയാണ് സംസ്കാര ചടങ്ങുകളൊക്കെയും ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് കുട്ടൻ? വിനിഷ, വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു ഇന്നലെ രാത്രി നമ്മളെ തേടിയെത്തത്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി നമുക്കുൾപ്പെടെ വലിയ നഷ്ടമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജമീലാത്ത വിട പറയുമ്പോൾ ഇതൊരു അപ്രതീക്ഷിതമായ വേർപാട് എന്ന് നമുക്ക് പറയാം. കാരണം ഇത്ര പെട്ടെന്നൊന്നും അവർ മടങ്ങുമെന്ന് ആരും കരുതിയിരുന്നില്ല. നിറഞ്ഞ ചിരിയോടെ, വളരെ സൗമ്യമായ മുഖത്തോടുകൂടി, അത്രയും സ്നേഹവായ്പോടു കൂടിയാണ് പരിചയപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സിൽ അവരുടെ മുഖം എപ്പോഴും ഉണ്ടാവുക. നമുക്കറിയാം, കോഴിക്കോടിൻ്റെ മലയോര ഗ്രാമമായ കുറ്റ്യാടിയിൽ ജനിച്ച് പിന്നീട് തലക്കുളത്തൂരൊക്കെ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമാവുകയും CPIMൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായി മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് വളരെ താഴെത്തട്ടിലുള്ള ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്നും വരുന്നു. അതോടൊപ്പം തന്നെ ഈ പാർലമെൻ്റ് രംഗത്തും ഏറ്റവും താഴെ നിന്നുമാണ് വരുന്നത്. ആദ്യം തലക്കുളത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാവുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അവരവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നത്. പിന്നീട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നു. അത് അപൂർവമായൊരു സാഹചര്യമാണ്. കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ 3 സ്ഥാപനങ്ങളുടെയും അധ്യക്ഷയായി വരിക, അതിൽ മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുക. നമുക്കൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലാണ് കേരളം നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ അവർ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്കിൻ്റെ പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ പ്രവർത്തിച്ചൊരു കാലം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളതാണ്. വളരെ ചെറിയ പ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായവർ പഞ്ചായത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായ ഇടപെടൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് 2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഘട്ടത്തിലാണ് നിരവധി നൂതനമായ പദ്ധതികൾ കോഴിക്കോടിൻ്റെ വികസനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് വൃക്കരോഗികളെ സഹായിക്കുന്നതിനുള്ള സ്നേഹസ്പർശം, കാരുണ്യസ്പർശം, അത്തരത്തിലുള്ള പദ്ധതികളായിരുന്നു. ആ പദ്ധതികൾ വഴി 100 കണക്കിന് രോഗികൾക്ക് വലിയ രീതിയിലുള്ള തണലേകുന്നതിന് വേണ്ടി കാനത്തിന് സാധിച്ചിരുന്നു. ആ പ്രവർത്തന മികവ് കണ്ടുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ജമീലാത്തയെ പാർട്ടി നിയോഗിക്കുന്നത്. അവിടെയും മിന്നുന്ന വിജയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം ആകെ LDF തരംഗം ആഞ്ഞടിക്കുകയായിരുന്നു. കൊയിലാണ്ടിയിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു കാനത്തിൽ MLA തിരഞ്ഞെടുക്കപ്പെട്ടത്. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൊയിലാണ്ടിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കി. അത് അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളായാലും മറ്റ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഹാർബറിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ നിരവധി പാലങ്ങൾ, റോഡുകൾ, അങ്ങനെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളായിരുന്നു കൊയിലാണ്ടിയിൽ പ്രിയപ്പെട്ട ജമീലാത്ത് നടത്തിയത്. അവിടെ തന്നെ കൊയിലാണ്ടിക്കാർക്കൊക്കെ വളരെ സ്നേഹത്തോടു കൂടി അവരുടെ തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിലൊക്കെ എല്ലാ ഘട്ടത്തിലും വലിയ ജനത്തിരക്കുണ്ടാകും. കൊയിലാണ്ടിയിൽ നിന്ന് ആര് തിരുവനന്തപുരത്ത് എത്തിയാലും MLAയുടെ ഹോസ്റ്റലിൽ പോയി ജമീലാത്തെ കണ്ട് അവിടെ താമസിച്ചിട്ടൊക്കെ വരുന്ന അനുഭവങ്ങൾ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടെ കൊയിലാണ്ടിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ച
ചികിത്സയൊക്കെ ജമീലാത്ത നടത്തുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഈ അർബുദം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വിദഗ്ധ ചികിത്സ ഏർപ്പാടാക്കിയിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലുമൊക്കെ ചികിത്സയിലായിരുന്നു. ആ ഘട്ടത്തിൽ പോലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ അസുഖമൊക്കെ മാറി വളരെ സജീവമായി പൊതുരംഗത്തേക്ക് ജമീലാത്ത തിരിച്ചു വരും, ആ ചിരിയും ആ സ്നേഹവും ഒക്കെ നമുക്ക് ഇനിയും ലഭിക്കും എന്നുള്ളതായിരുന്നു. ഈ ക്യാൻസറിൻ്റെ നമുക്കറിയാം അർബുദ രോഗബാധിതയായി ക്ഷീണത്തോടെ വിശ്രമിക്കുന്ന ഘട്ടത്തിൽ പോലും നാട്ടിലെ പരിപാടികൾക്കകത്ത് പരമാവധി പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. എത്താൻ പറ്റാത്തിടത്ത് ഓൺലൈൻ ആയി പങ്കെടുക്കുന്നു. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും ഇല്ലാതിരിക്കാൻ സമാന്തരമായ ഏർപ്പാടുകൾ അവിടെ നടത്തുന്നു. MLA ഓഫീസുമായി നിങ്ങൾ നിരന്തരം ബന്ധപ്പെടണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഫേസ്ബുക്കിലൂടെയൊക്കെ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി എൻ്റെ നാട്ടിലൊരു വലിയ പെരുങ്കളിയാട്ടമൊക്കെ നടന്നപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്നപ്പോൾ അതിൻ്റെ വനിതാ സംഘം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിനിഷ കൊയിലാണ്ടിയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ അങ്ങ് പയ്യന്നൂരിലേക്ക് ഓടിയെത്തിയ ജമീലാത്തയുടെ ആ ഒരു സ്നേഹത്തൊക്കെയാണ് നമ്മളൊക്കെ ഓർത്തെടുക്കുന്നത്. അത്തരത്തിൽ പരിചയപ്പെട്ട എല്ലാവരുടെ മനസ്സിലും വലിയ നിറസാന്നിധ്യമായി ആ ഓർമ്മകളുണ്ടാകും. ഇന്നലെ രാത്രിയോടുകൂടി അന്ത്യം സംഭവിച്ചു. മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ചൊവ്വാഴ്ച നേരത്തെ വിനിഷ പറഞ്ഞതുപോലെ തന്നെ മകൻ വിദേശത്താണ്, അവർ വരേണ്ടതുണ്ട്. അവർ വന്ന ഉടൻ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കും. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ജില്ലാ സെക്രട്ടറി മെഹബൂബ്, സംസ്ഥാന കമ്മിറ്റി അംഗം P മോഹന മാസ്റ്റർ ഉൾപ്പെടെ നേതാക്കളൊക്കെ ജമീലാത്തയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി, അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. അപ്പോൾ ചൊവ്വാഴ്ചയാണ് സംസ്കാര ചടങ്ങ്. രാവിലെ ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം, പിന്നീട് തലക്കുളത്തൂരിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്ക ചടങ്ങ് നടക്കുക. വിനിഷ.